പക്ഷെ നമ്മൾ കയ്പമംഗലം മണ്ഡലത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ആരോഗ്യ മേഖല പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് എല്ലാം തന്നെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി. അതിന് സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് വരെ കിട്ടി. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചത്? നമ്മളതൊരു നല്ലൊരു പ്ലാൻ സംബന്ധിച്ച് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലുള്ള സൂപ്രണ്ട്, അതുപോലെ അതിൻ്റെ ബന്ധപ്പെട്ട പ്രവർത്തകർ, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമാർ എല്ലാവരും നമ്മുടെ ടീമായി വന്നു. ഇതിൽ നമ്മളെന്ത് ചെയ്യുന്നറിയും, എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാനുള്ള അതൊരു ഭാഗ്യമാണ്. സംസ്ഥാന സർക്കാർ നമ്മളെ നന്നായി സഹായിച്ചാണ്. മിക്കവാറും മണ്ഡലങ്ങളിലൊക്കെ ഉണ്ട്, പക്ഷെ എല്ലാം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായില്ല. ഇവിടെ അതല്ല. ആ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാകുമ്പോൾ വെറുതെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ഒരു ബോർഡ് വെച്ചിട്ട് നമുക്ക് കാര്യമില്ല, അതല്ലല്ല കാര്യം. അപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ പറയുമായിരുന്നു, ആൾക്കാർ ഇത് പോരാ എന്ന് പറയും. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അവിടുത്തെ ആശുപത്രി വികസന സമിതിയുമായിട്ട് ഒന്ന് ആലോചിച്ച് അവിടെ ഉള്ളതിൻ്റെയൊക്കെ ചെയ്യും. ചിലയിടത്ത് ടോയ്ലറ്റിൻ്റെ വലിയ കുറവുണ്ടായിരുന്നു, ചിലയിടത്ത് അവർ ഫാർമസിയുടെ കുറവുണ്ടായിരുന്നു, ഡോക്ടർമാർ കുറവുണ്ടായിരുന്നു, പലതരത്തിലുള്ള കുറവാണ് ഓരോ സ്ഥലത്തും. അതിനെന്ത് ചെയ്തു, അതിന് MLA ഫണ്ട് എത്ര കൊടുക്കാൻ പറ്റും നോക്കി ഓരോന്നിനും. അപ്പോൾ ഒരെണ്ണത്തിന് ഇപ്പോൾ കൂടിമുട്ടം ഒരു 1.5 കോടി രൂപ കൊടുത്തിട്ടുണ്ടാവും. ഇടവിലങ്ങ് ഒരു 1 കോടി അടുക്കാനുള്ള സംഖ്യ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവിടെ എന്ത് വേണമെന്ന് ആലോചിച്ചിട്ട് അതിനാവശ്യമായിട്ടുള്ള പണം MLA ഫണ്ട് വേറെ രീതിയിലൊക്കെ നമ്മൾ പൂൾ ചെയ്തു. അങ്ങനെ വന്നപ്പോൾ ആളുകൾക്കൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് ആശുപത്രിയിൽ വരുമ്പോൾ ഒരു സന്തോഷമായി, കാര്യങ്ങളിൽ ഇതുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വന്നത് കൂടാണ്ട് നമ്മൾ പതുക്കെ അതിൻ്റെ കുറച്ചും കൂടി ഉയർന്ന തലത്തിലേക്ക് വന്ന് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമ്മാനം കേട്ടോ, സ്റ്റേറ്റ് ഗവൺമെൻറ് മാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ് സമ്മാനമാണ് ഇവർക്ക് കിട്ടിയത്. അപ്പോൾ ഈ ഏറ്റവും അവസാനം കിട്ടിയത് ഇടവിലങ്ങാണ്. ഇനി എനിക്കൊന്ന് 2 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് കൂടി കേന്ദ്ര ഗവൺമെൻറ് അവാർഡ് കിട്ടിയാൽ അവാർഡും എല്ലാ ഇതിനുമായി ആളുകൾക്ക് നല്ല തൃപ്തിയാണ്. അതുകൊണ്ട് മരുന്നുണ്ട്, ഡോക്ടറുണ്ട്, മറ്റ് സൗകര്യങ്ങളുണ്ട്, അങ്ങനെ വരിക. അത് തന്നെയല്ല, ഇവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം അവാർഡ് കിട്ടിയാൽ 2 ലക്ഷം രൂപ അവർക്ക് സമ്മാനമായിട്ട് കിട്ടുന്നുണ്ട്. അത് തുടർച്ചയായിട്ട് 3 വർഷം കിട്ടുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യമുണ്ട്. എന്നാലും ആളുകൾക്ക് അക്കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഒരുവിധം ഒരു തൃപ്തികരമായിട്ടുള്ള സ്ഥിതി വന്നു. എന്നാലും സാധാരണയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആശുപത്രിയൊക്കെ അല്ലേ വരാം. പക്ഷെ അതല്ല, പണ്ട് നിരന്തരമായി പ്രശ്നവും ആളുകൾക്കൊരു ഇതില്ലാത്തതിന് വിട്ട് ഇപ്പോൾ ഒരു 80-85% ആളുകൾക്ക് താല്പര്യമുള്ള രീതിയിലുള്ളൊരു ആശുപത്രിയായിട്ട് ഇത് മാറ്റാൻ കഴിയുന്നുള്ളതാണ്. ചില സ്ഥലത്തൊക്കെ ചെറിയ കാപ്പിയൊക്കെ കൊടുത്തു തുടങ്ങി. ചില സ്ഥലത്ത് ഇപ്പം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ അമ്മയൊക്കെ അവിടെ ഭക്ഷണം കൊടുക്കുമായിരുന്നു വരുന്ന ആളുകൾക്ക്, കഞ്ഞി, മറ്റു രോഗികൾക്ക്. എന്നുവെച്ചാൽ ആളുകളുടെ താല്പര്യം കൊണ്ടല്ല. അപ്പം അങ്ങനെയൊക്കെ ആളുകൾ നന്നായിട്ട് മാറിയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഈ മണ്ഡലത്തിലെ പൊതുവായിട്ടുള്ള ആളുകൾക്ക് ഈ ആരോഗ്യരംഗത്തൊരു സ്വീകാര്യപരമായിട്ടുള്ള രീതിയിലേക്ക് വരാൻ സാധിച്ചിട്ടുണ്ട്.